നമസ്കാരം. ഈ ടൂറിസം രംഗത്തും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയകളിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു പേരാണ് വക്കീൽ ബ്രോ എന്നുള്ളത്. ശരിക്കും ടീം വക്കീൽ ബ്രോ എന്നുള്ള സംഭവം എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്താണ് ടീം വക്കീൽ ബ്രോ എന്ന് പറയുന്നത്? ഞങ്ങൾ പശ്ചിമഘട്ടത്തിലെ പ്രത്യേകിച്ച് സാഹസിക ടൂറിസം രംഗത്ത് കുറച്ച് ആക്ടിവിറ്റികൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയേക്കുന്ന ഞങ്ങളുടെ ഒരു പ്രൈവറ്റ് ഫേമാണ് ശരിക്കും ടീം വക്കീൽ ബ്രോ. ഇവിടെ നമുക്ക് സ്റ്റാഫ് ഇല്ല, ഞങ്ങൾക്ക് ടീമേ ഉള്ളൂ. ഞങ്ങൾക്ക് പെർമനന്റ് ആയിട്ട് 4 ടീം മെമ്പേഴ്സ് ഉണ്ട്, ബാക്കി 8 കോർഡിനേറ്റേഴ്സ് ഉണ്ട്. ഞങ്ങൾ മെയിൻ ആയിട്ട് പശ്ചിമഘട്ടത്തിലെ ട്രെക്കിങ്, മറ്റ് അഡ്വഞ്ചർ ആക്ടിവിറ്റികൾ, ഓഫ് റോഡിങ്, അതുപോലെ തന്നെ റോക്ക് ക്ലൈംബിംഗ്, റാപ്പലിംഗ് ഒക്കെയാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ടൂറിസം രംഗത്ത് മൂന്നാറിൽ നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ നടന്നു പോയാൽ മാത്രമാണ് നമുക്ക് മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണാൻ പറ്റത്തുള്ളൂ. അതാണ് ഞങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നത്. മാക്സിമം എക്കോ ഫ്രണ്ട്ലി ആയിട്ട് കാടുകൾ അല്ലെങ്കിൽ കുന്നുകൾ, മലകളൊക്കെ നമ്മൾ കൊണ്ട് കാണിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് വിദേശത്ത് നിന്ന് വരുന്ന സഞ്ചാരികളുണ്ട്. അപ്പോൾ നമ്മുടെ നാടിനെ അറിയുക, ഇവിടുത്തെ കൾച്ചർ അവർക്ക് പങ്കുവെച്ച് കൊടുക്കുക. അതോടൊപ്പം തന്നെ നമ്മളൊരു കോ എക്സിസ്റ്റിംഗ്, അതായത് മൃഗങ്ങളും മനുഷ്യരും ഒരുപോലെ ജീവിക്കുന്ന ഒരിടമാക്കി ഇതിനെ മാറ്റിക്കൊണ്ട് നമുക്കൊരു എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള കോ എക്സിസ്റ്റിംഗ് ഒരു ട്രാവൽ കൾച്ചർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അറ്റംപ്റ്റിന്റെ ഭാഗമാണ് ടീം വക്കീൽ ബ്രോ. ശരിക്കും ആശിഷ് വർഗീസ് എന്നല്ലേ പേര്? ശരിക്കും എങ്ങനെ ഈ ടീം വക്കീൽ ബ്രോയിലേക്ക് എത്തിയത്? ഞാൻ എൻ്റെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് LLB ആണ്. പ്രൊഫഷണലി അഡ്വക്കേറ്റ് ആയിരുന്നു. ഐ വാസ് എ ലോയർ എന്നേ പറയാൻ പറ്റുള്ളൂ. 2015 മുതൽ തന്നെ ഞാൻ ടൂറിസം രംഗത്തുണ്ട്. പിന്നീട് ടൂറിസം രംഗം എൻ്റെ പാഷനപ്പുറം അതൊരു പ്രൊഫഷൻ ആക്കാം എന്നുള്ള ഒരു കുറച്ച് തീരുമാനം എടുക്കുകയും, കാരണം എനിക്ക് സന്തോഷം കണ്ടെത്തുന്നത് ഈ മലനിരകളിലാണ്. മൗണ്ടൻസ് കോൾസ് മീ എന്ന് വേണമെങ്കിൽ പറയാം. ഈ മലകൾ എന്നെ വിളിച്ചു, ഞാൻ ഇങ്ങോട്ട് പോകുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ഞാൻ എത്തുകയായിരുന്നു ചെയ്തത്. പിന്നെ ടീം വക്കീൽ ബ്രോ എന്നുള്ളൊരു പേരിടാൻ കാര്യം, നോർമലി ലൈക്ക് നമ്മളെല്ലാവരും ഇവിടെ വരുന്ന ഗസ്റ്റുകളെ ആണെങ്കിൽ നമ്മൾ പൊതുവെ ഒരു സഹോദര തുല്യമായി കണ്ടുകൊണ്ടാണ് അഭിസംബോധന ചെയ്യാറുണ്ടായിരുന്നത്. നോർമലി ആൾക്കാർ വക്കീൽ ബ്രോ എന്ന് വിളിച്ചു തുടങ്ങി. അതുകൊണ്ട് എൻ്റെ ടീംമേറ്റ്സിനെയും നമ്മൾ അങ്ങനെ തന്നെയായിരുന്നു. അതുകൊണ്ടാണ് ടീം വക്കീൽ ബ്രോ. എനിക്ക് ഒറ്റയ്ക്ക് ടൂറിസം രംഗത്താണെങ്കിലും എമർജൻസി റെസ്ക്യൂ രംഗത്താണെങ്കിലും ഒറ്റയ്ക്ക് ഒരു കാര്യവും ചെയ്യാൻ സാധിക്കില്ല. ഒരു കൂട്ടായ്മ ആവശ്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ ടീം വക്കീൽ ബ്രോ എന്നുള്ള രീതിയിൽ ഇതിനെ എസ്റ്റാബ്ലിഷ് ചെയ്തത്. കൂടുതൽ വക്കീൽ ബ്രോമാരെ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം. നമ്മുടെ ഇപ്പം ഇതിൻ്റെ ഈ ടീം വക്കീൽ ബ്രോ എന്നുള്ള സംഭവം ആയതിനു ശേഷം നമുക്ക് ശരിക്കും ഹൈറേഞ്ചിന്റെ ഏതെല്ലാം മലനിരകളിലാണ് കൂടുതലായിട്ടും ടൂറിസ്റ്റുകളെ എത്തിക്കുന്നത്? നമുക്ക് പശ്ചിമഘട്ടത്തിലെ നിയമപരമായി നമുക്ക് അനുവദനീയമായിട്ടുള്ള എല്ലാ മലനിരകളും, മീശപ്പുലിമല, കൊളുക്കുമല, ചൊക്രമുടി, അതുപോലെ തന്നെ പാമ്പാടി ഷോല, മന്നവൻ ഷോല, രാമക്കൽമേട്, ചതുരംഗപ്പാറ, കള്ളിപ്പാറ തുടങ്ങിയ എല്ലാ മലനിരകളിലും നമ്മൾ ഗസ്റ്റുകളുമായിട്ട് പോകാറുണ്ട്. സർവൈവൽ ടെന്റ് ക്യാമ്പിങ്ങിനായിട്ട് കൊണ്ടുപോകാറുണ്ട്. നമ്മൾ നിയമപരമായി നിയമം അനുവദിക്കുന്ന എല്ലാ മലനിരകളിലും നിയമത്തിന് അധിഷ്ഠിതമായിട്ടുള്ള ട്രെക്കിംഗാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇങ്ങനെ ട്രെക്കിംഗ് ആഗ്രഹിക്കുന്നവർക്ക് ശരിക്കും ഇവിടേക്ക് നമുക്ക് എങ്ങനെയാണ് അതിന്റെ കോൺടാക്റ്റും കാര്യങ്ങളും എങ്ങനെയാണ്? നമുക്കിപ്പോൾ കൂടുതലും യൂറോപ്യൻ കൺട്രീസിൽ നിന്നുള്ളവരാണ് ട്രെക്കിങ്ങിനൊക്കെ ആയിട്ട് കൂടുതലായിട്ട് വരുന്നത്. നമ്മുടെ സോഷ്യൽ മീഡിയയിലുള്ള പോസ്റ്റുകൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടൊക്കെയാണ് ആൾക്കാർ എത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ സാഹസിക വിനോദം ഇഷ്ടപ്പെടുന്നവർ മാത്രമല്ല, ഇപ്പോൾ കാടുകളിലൊക്കെ ആണെങ്കിൽ എമർജൻസി റെസ്ക്യൂവിന്റെ ഭാഗമായിട്ട് പോകേണ്ടി വരുന്നവർ ഗ്രൂമിങ്ങിന്റെ ഭാഗമായിട്ട് വരാറുണ്ട്. സർവൈവൽ ടെക്നിക്സ് നമ്മളിവിടെ സിലബസിന്റെ ഭാഗമായിട്ട് പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. നമ്മുടെ ട്രെക്കിംഗ് പ്രോഗ്രാമിന്റെ പ്രത്യേകത എന്ന് തന്നെ പറയുന്നത് ഒരു ഒതന്റിക് ട്രെക്കിംഗ് ആണ് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത്. ഹിമാലയൻ മൗണ്ടനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ 2021 ട്രെയിനിങ് കംപ്ലീറ്റ് ആക്കിയതാണ്, ബേസിക് മൗണ്ടനിങ് കോഴ്സ്. അവിടെ നിന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ പശ്ചിമഘട്ടത്തിൽ എങ്ങനെ ആപ്ലിക്കബിൾ ആകാം എന്ന് ഞാൻ ചിന്തിച്ചപ്പോഴാണ് നമുക്ക് ഇവിടെ അങ്ങനെ കൃത്യമായ ഒരു കരിക്കുലമോ സിലബസോ ഇല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ട്രെക്കിംഗ് പ്രോഗ്രാം വഴി നമ്മൾ ഒബ്സർവേഷൻ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക, സർവൈവൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, മാപ്പ് റീഡിങ്, ഡയറക്ഷൻസ് കണ്ടെത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന രീതിയിലുള്ള ഒരു സിലബസ് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മളിവിടെ ട്രെക്കിംഗ് നടത്തുന്നത്. നമ്മൾ ഇപ്പൊ സാധാരണ ഒരു ട്രെക്കിങ്ങിന് വരുമ്പോൾ ഇത്ര ദിവസം ഉണ്ടോ, അത് ഒരു വൺ ഡേ ആണോ, അതുപോലെ ബാക്കിയുള്ള കൂടുതൽ ദിവസങ്ങളുണ്ടോ? അത് നമ്മൾ കയറാൻ ഉദ്ദേശിക്കുന്ന മല എങ്ങനെയാണെന്നുള്ളത് അനുസരിച്ചിട്ടാണ്. മീശപ്പുലിമലയൊക്കെയാണ് നമ്മൾ 2 ദിവസത്തെ പ്രോഗ്രാമാണ് ചെയ്യാറുള്ളത്. മലയുടെയും നമ്മുടെ ആരോഗ്യവും അനുസരിച്ചിട്ടാണ് നമ്മൾ ട്രെക്കിംഗ് പ്രോഗ്രാമുകൾ കസ്റ്റമൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പം സാധാരണ ജെന്റ്സിന് മാത്രമേ ഉള്ളൂ അതോ ലേഡീസും ഉണ്ടോ നിലവിൽ? നമുക്ക് ലേഡീസിനായിട്ട് സോളോ സിംഗിൾ ലേഡീസ് തന്നെ നമ്മൾ ഇതുവരെ 35 കൺട്രിയിൽ നിന്നുള്ള കഴിഞ്ഞ 8 വർഷം കൊണ്ട് നമുക്ക് സിംഗിൾ ലേഡീസിനെ തന്നെ ഹോസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ലേഡീസിനായിട്ട് ഞങ്ങൾ പ്രത്യേകമായി ഷീ ക്യാമ്പ് തന്നെ ഓർഗനൈസ് ചെയ്യാറുണ്ട്. ഇപ്പം ഡെക്കാത്തലോണിന്റെ ബ്രാൻഡ് പാർട്ണറും കൂടെയാണ് ഞാൻ. അപ്പോൾ ഡെക്കാത്തലോണിന് വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസ് കൂടെ
നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ നിലവിൽ ഇപ്പം ഇതുപോലെയുള്ള വലിയ ശരിക്കും പറഞ്ഞാൽ വലിയ മൗണ്ടൻ ആണല്ലോ. അപ്പം അതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ അതിൻ്റെ സുരക്ഷാ സംവിധാനങ്ങളെല്ലാം നമ്മൾ തന്നെ ഉണ്ട്. നമ്മളെ ഇവിടെ ട്രെക്കിങ്ങിന് കൊണ്ടുപോകുന്നവർക്ക് വേണ്ടിയിട്ട് എല്ലാ ബേസിക് എക്യുപ്മെന്റ്സും നമ്മുടെ കയ്യിലുണ്ട്. ട്രെക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ട്രെക്കിംഗ് ബോർഡ് തുടങ്ങി അവർക്കൊരു ബേസിക് സർവൈവൽ എക്യുപ്മെന്റ്സ് അത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് പഠിപ്പിച്ച് ഒരു ഒതന്റിക് ട്രെക്കിംഗ് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മോർ ദാൻ ട്രെക്കിങ്, ഈ മല കീഴടക്കുന്നതിനെ കുറിച്ച് ഞങ്ങൾ പറയുന്ന ഒരു സേയിങ് ഉണ്ട്. മല കീഴടക്കാൻ നമുക്ക് ശ്രമിക്കാനേ പറ്റത്തുള്ളൂ. അത് മലയാണ് തീരുമാനിക്കുന്നത്, മൗണ്ടൻ ആണ് അത് ഡിസൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനുള്ള ബേസിക് ടെക്നിക്സ് ഇവർക്ക് പറഞ്ഞു കൊടുക്കുക, ഇവരെ മാക്സിമം റിലാക്സ്ഡ് ആയിട്ട് ട്രെക്കിങ്ങിനും ഹൈക്കിങ്ങിനും റെഡിയാക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് അതിന് വേണ്ടിയിട്ട് കുറെ സംഭവങ്ങൾ ഉണ്ടാവുമല്ലോ, എങ്കിൽ നമ്മൾ എന്താ സുരക്ഷയ്ക്ക് വേണ്ടി തീർച്ചയായും അങ്ങനെ കുറെ സംഭവങ്ങൾ ഇവിടെ ഉണ്ടാവില്ലേ? ബേസിക് എക്യുപ്മെന്റ്സ് നമുക്ക് പരിചയപ്പെടുത്താം. ബേസിക്കലി നമ്മൾ ട്രെക്കിങ്ങിന് പോകുമ്പോൾ നമ്മുടെ ഷൂ മുതൽ നമുക്ക് ബേസിക്കലി ട്രെക്കിങ്ങിന് ഉപയോഗിക്കേണ്ട ഓരോ ടെറൈനും അനുസരിച്ചുള്ള ഷൂകള്, ഇപ്പൊ ഗംബൂട്ട് ഉപയോഗിക്കേണ്ടടുത്താണെങ്കിൽ ഗംബൂട്ട്, അങ്ങനെയുള്ള സാധനങ്ങളുണ്ട്. പിന്നെ കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ് നിർബന്ധമാണ്. പലയിടത്തും നെറ്റ്വർക്ക് കാണുക, അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പ് ഒക്കെ കാട്ടിൽ ചിലപ്പോൾ നമ്മുടെ ഇവിടുത്തെ കാടുകൾ ചോലവനങ്ങളായതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമുക്ക് സ്കൈ പോലും ചില സ്ഥലങ്ങളിൽ കാണാൻ പറ്റത്തില്ല. ഇപ്പോൾ പ്രോപ്പറായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ്, റോപ്പുകൾ, ചിലടത്ത് കയറാൻ ബുദ്ധിമുട്ടൊക്കെ വരുമ്പോൾ റോപ്പുകള്, കാരാബിനേഴ്സ്, പിന്നെ നമ്മുടെ സർവൈവൽ ബോക്സ് ഒക്കെ ഉണ്ട്. നമുക്ക് ബേസിക് സർവൈവൽ എക്യുപ്മെന്റ്സിൽ പെടുന്ന ഒരു സാധനമാണ് സർവൈവൽ ബോക്സ്. നമുക്ക് അത്യാവശ്യം ഒരു ആവശ്യം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 30 ഇഞ്ചിന്റെ വയർ ബ്ലേഡ്, നമുക്ക് മരവോ കഷ്ണങ്ങളൊക്കെ മുറിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഉപയോഗിക്കുന്ന വയർ ബ്ലേഡ്, ഫ്ലിന്റ് എന്ന് പറയും, ഫയർ മേക്കർ ആണ്, ഫയർ മേക്കിംഗ് സ്റ്റോൺ ആണ്. നമുക്കൊരു അൾട്ടിമേറ്റ് സർവൈവൽ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഫയർ മേക്കേഴ്സ്. അപ്പൊ ഇതിന്റെയൊക്കെ പ്രാക്ടീസ് കൂടി ഇവരെ പഠിപ്പിക്കുക എന്നുള്ള ഉദ്ദേശിച്ചിട്ടാണ്. പിന്നെ ട്രെക്കിംഗ് ബോർഡ്, നമുക്ക് ആയാസകരമായിട്ട് ട്രെക്കിംഗ് നടത്താൻ വേണ്ടിയിട്ടുള്ള ട്രെക്കിംഗ് ബോർഡ്. പിന്നെ നമ്മുടെ പശ്ചിമഘട്ടത്തിൽ അറിയാമല്ലോ, അട്ടയുടെ ശല്യം ഭയങ്കരമായിട്ടുണ്ട്. അപ്പൊ നമ്മൾ തന്നെ ഇവിടെ ഡിസൈൻ ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്നതാണ് ലീച്ച് സോക്സ്. അപ്പൊ ലീച്ച് സോക്സ് ആണ് നമ്മൾ എല്ലാവർക്കും ഗസ്റ്റിന് കൊടുക്കുന്നത്. പിന്നെ ബേസിക്കലി ട്രെക്കിങ്ങിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള സ്നാക്ക് ബോക്സുകള്, വിവിധ തരം ടോർച്ചുകള്, നൈഫ്, സർവൈവൽ സ്റ്റിക്കുകൾ തുടങ്ങി ഒരു 25 പേരുടെ ടീം വന്നാൽ അവർക്ക് വേണ്ടി കംപ്ലീറ്റ്ലി കൊണ്ടുപോകാനുള്ള എല്ലാ എക്യുപ്മെന്റ്സും നമുക്കിവിടെ ഉണ്ട്. വക്കീൽ ബ്രോ ശരിക്കും റെസ്ക്യൂ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ടെന്ന് അറിയാം. ശരിക്കും എന്താ ഇങ്ങനെ ഈ ഒരു രംഗം തിരഞ്ഞെടുക്കാനുള്ള കാരണം? ആക്ച്വലി ഇത് രംഗം തിരഞ്ഞെടുക്കുകയല്ല ചെയ്യുന്നത്. ശരിക്കും ഈ സാഹസികത എന്ന് പറയുന്നത്, നമുക്കിപ്പോൾ ഒരു മല കയറുമ്പോൾ ഒരു അച്ചീവ്മെന്റ് ഫീൽ കിട്ടും. ചിലപ്പോൾ റോക്ക് ക്ലൈംബിങ് ചെയ്യുമ്പോൾ നമുക്ക് എന്തോ ഒരു സാഹസികത ചെയ്ത പോലെ തോന്നും. നമുക്കൊരു ഹൈ മൊമെന്റ് എന്ന് പറയാം, നമുക്കൊരു വലിയൊരു സന്തോഷം, ഒരു അറ്റൈൻ ചെയ്തൊരു ഫീൽ കിട്ടും. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മുടെ ഒരു സഹജീവിയെ സഹായിക്കാൻ പറ്റുകയാണെങ്കിൽ, അവരൊരു അപകടത്തിൽ പെടുമ്പോഴോ അല്ലെങ്കിൽ അവർക്കൊരു സഹായം ആവശ്യമുള്ളപ്പോഴോ നമുക്കൊരു സഹായിക്കാൻ പറ്റുകയാണെങ്കിൽ, നിങ്ങൾ ഒരു തവണ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആ സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ട്, നിങ്ങളൊരു അറ്റൈൻ ചെയ്യുന്ന ഒരു ഹൈ മൊമെന്റ് ഉണ്ട്. അത് വൺസ് നിങ്ങൾക്ക് അത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഒരിക്കലും വിട്ടുകളയാൻ തോന്നുകയില്ല. ഞാൻ എപ്പോഴും ഒരു റെസ്ക്യൂ മിഷനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സഹായം ചെയ്യേണ്ട ഒരു ആവശ്യം വന്നാൽ, അല്ലെങ്കിൽ നമ്മൾ സഹായിക്കുക എന്ന് പറയാൻ പറ്റില്ല, നമ്മളെ കൊണ്ട് സാധിക്കുന്ന ഒരു കാര്യം അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അതിനെ ഒരു സർവീസ് ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് കരുതുന്നത്, നമുക്ക് കിട്ടുന്ന ഒരു അവസരമായിട്ടാണ് കരുതുന്നത്. ആ ഒരു സന്തോഷം തന്നെയാണ് മുന്നോട്ട് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ട്രെക്കിങ്ങിനാണെങ്കിലും ഇപ്പോൾ ഫോറസ്റ്റ് സഫാരികളാണെങ്കിലും ചെയ്യുമ്പോൾ ഇതിനൊക്കെ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സ് തന്നെയാണ് പലപ്പോഴും റെസ്ക്യൂവിന് വേണ്ടിയിട്ടും നമുക്ക് ഉപകാരമാകുന്നത്. ഈ അറിവുകൾ ഒരു സൊസൈറ്റിക്ക് ഗുണകരമായിട്ട് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ, സാഹസികതയെ സൊസൈറ്റിക്ക് ഗുണകരമായിട്ട് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ, ശരിക്കും സാഹസികതയുടെ ഒരു പൂർണ്ണമായ അർത്ഥം കിട്ടുന്നത് മറ്റൊരാൾക്ക് ഉപകാരം വരുമ്പോഴാണെന്നുള്ള തിരിച്ചറിവാണ് റെസ്ക്യൂ മേഖലയിൽ തുടരാൻ പ്രേരിപ്പിക്കുന്ന ഘടകം. പലപ്പോഴും ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. നമ്മളിപ്പം ഞാനിപ്പോൾ ഈ മല കയറി, അടുത്ത മല കയറി, ഇങ്ങനെ കുറേ ഫോട്ടോസും കാര്യങ്ങളെല്ലാം സോഷ്യൽ മീഡിയകളിൽ നിറഞ്ഞൊക്കെ ഉണ്ട്. പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഇപ്പം ഇത്രയും നല്ല റോഡുകളും കാര്യങ്ങളും ഉള്ളപ്പോൾ അതിലൂടെ യാത്ര ചെയ്തൊരു സുഖം കണ്ടെത്തിയ പോരെ, എന്തിനാണ് ഈ മല കയറുന്നത് എന്നുള്ളൊരു തോന്നലൊക്കെ. മല കയറുക എന്നുള്ള വിനോദത്തിന് എനിക്ക് തോന്നുന്നത് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. കാരണം ആദിമ മനുഷ്യൻ മുതൽ കാടും മലയും കയറിയായിരുന്നു അവന്റെ ജീവിത രീതികൾ ആരംഭിച്ചത്. മല കയറുമ്പോൾ മറ്റ് ആക്ടിവിറ്റികളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സംഭവം ഈ അച്ചീവ്മെന്റ് ഫീലിംഗ് തന്നെയാണ്. നമുക്ക് ഒരു മല കീഴടക്കുക എന്നാണ് പൊതുവെ പറയാറുള്ളത്. അപ്പൊ ആ ഒരു അച്ചീവ്മെന്റ് ഫീലിംഗ് തന്നെയാണ് മലകയറ്റത്തിന് ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്നത്. പിന്നെ പ്രകൃതി അടുത്തറിഞ്ഞു പോകാം, അതാണ് മലകയറ്റത്തിനോ അല്ലെങ്കിൽ നടന്നോ ട്രെക്ക് ചെയ്തോ അല്ലെങ്കിൽ ഹൈക്ക് ചെയ്തോ പോകുമ്പോൾ ഏറ്റവും വലിയ സന്തോഷം. നമ്മളൊരു വാഹനത്തിൽ പോകണം, ഒരു കാറിൽ പോവുകയാണെങ്കിൽ അതിൽ കൂടെ കാണുന്ന ചില കാഴ്ചകൾ മാത്രമാണ് നമുക്ക് അവിടുത്തെ ആ പ്രകൃതിയുടെ ഗന്ധം എന്താണെന്ന് അറിയാൻ പറ്റില്ല, അവിടുത്തെ കാറ്റ് എങ്ങനെയാണെന്ന് അറിയാൻ പറ്റില്ല. ഇനിയിപ്പോൾ 2 വീലറിലാണെങ്കിൽ തന്നെ എത്തപ്പെടാൻ പറ്റാത്ത മേഖലകൾ കാണും. പക്ഷെ അവിടെയാണ് നമുക്ക് അധിക ദൂരം പോയില്ലെങ്കിൽ കൂടിയും പോകുന്ന ഇടങ്ങളെ വളരെ അടുത്തറിഞ്ഞ്, പ്രകൃതി അടുത്തറിഞ്ഞ് പോകാൻ ഏറ്റവും നല്ലത് ഹൈക്കിങ്ങും ട്രെക്കിങ്ങും ആണെന്നുള്ളതാണ് ഇതിലേക്ക് കൂടുതൽ ആൾക്കാരെ ആകർഷിക്കപ്പെടുന്നതിനുള്ള കാരണം.
എന്തായാലും വളരെ സന്തോഷം. ട്രെക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലുണ്ടായിരുന്ന ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം ശരിക്കും ലഭിച്ചിരിക്കുകയാണ്. ടീം വക്കീൽ ബ്രോ എന്നുള്ള ആ ഒരു ഉത്തരവും ലഭിച്ചിരിക്കുകയാണ്. കുറഞ്ഞ സമയം കൊണ്ട് ഇത്രയധികം കാര്യങ്ങൾ സംസാരിച്ചതിലുള്ള നന്ദി അറിയിക്കുന്നു. താങ്ക് യു. പ്രിയപ്പെട്ട ജിജോ, ഞങ്ങള് ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിലേക്ക് ഞങ്ങള് വെൽക്കം ടു ദ ട്രൈബ് എന്നാണ് പറഞ്ഞത്. ഞങ്ങളുടെ ട്രൈബിലേക്ക് ഞങ്ങൾ വെൽക്കം ചെയ്യുന്ന രീതിയിൽ ഞങ്ങളുടെ ടീം വക്കീൽ ബ്രോയുടെ ഒരു ബാഡ്ജ് ഓഫ് ഓണർ കൊടുത്തുകൊണ്ടാണ്. സോ വെൽക്കം ടു ദ ട്രൈബ്, ടീം വക്കീൽ ബ്രോ. ഇത് ഞങ്ങളുടെ ഒരു സുവനീർ ആണ്. താങ്ക് യു.